43 18 19 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ, ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു. ചില പുതിയ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. വചനം കേൾക്കുമ്പോൾ തന്നെ വിശ്വസിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. അത് മുമ്പുണ്ടായിരുന്നത് പോലെയല്ല. നാളുകളായി ആ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുകയായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ ചില പരാജയങ്ങൾ, ചില നഷ്ടങ്ങൾ, ചില വേദനകൾ, നിന്റെ ഹൃദയത്തിൽ ഉണങ്ങാതെ കിടക്കുന്ന ആഴമായ ചില മുറിവുകൾ, ചിലരുടെ വാക്കുകൾ, പ്രവർത്തികൾ ഒക്കെ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. നീ ഭാരപ്പെടേണ്ട. കഴിഞ്ഞ കാര്യങ്ങളെ എല്ലാം മറക്കാം. ദൈവം എൻ്റെ ജീവിതത്തിൽ പുതിയത് ചെയ്യുവാൻ പോകുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ചില പുതിയ ജോലികളുടെ വഴികൾ തുറക്കപ്പെടുവാൻ പോകുന്നു. നാളുകളായി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടി മാറുവാൻ പോകുന്നു. നിന്റെ കടഭാരങ്ങൾ ദൈവം എടുത്തു മാറ്റുവാൻ പോകുന്നു. തലമുറയുടെ കെട്ടുകളെ ദൈവം പൊട്ടിച്ചെറിയുവാൻ പോകുന്നു. ഇപ്പോൾ തന്നെ അത് സംഭവിക്കുന്നു. ഏത് വിഷയമാണോ നിന്നെ ഭാരപ്പെടുത്തുന്നത്, അത് എൻ്റെ ദൈവം എടുത്തു മാറ്റി ഒരു പുതിയ പ്രവൃത്തി അതിന്മേൽ ചെയ്യുവാൻ പോവുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നീരുറവകളും ഉണ്ടാക്കും. ഒരു പുതിയ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കാം. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പഴയ ചില ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടുന്നത്, നിങ്ങളെ മുറിവേൽപ്പിക്കുന്നത് ഉണ്ടായിരിക്കാം. അത് നിന്റെ ശരീരത്തെയും മനസ്സിനെയും തളർത്തിക്കൊണ്ട് നിന്നെ ഒരു രോഗിയാക്കി മാറ്റുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ അവയെല്ലാം മറന്നുകളഞ്ഞ് അതിനെക്കുറിച്ച് ഓർക്കാതെ വണ്ണം ദൈവകൃപയിൽ മുന്നേറുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു. ആകയാൽ ദൈവം ചെയ്യുന്ന പുതിയ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.